ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം വീട്ടിൽ അച്ചിങ്ങ പയർ കൃഷി ചെയ്തിരുന്നെങ്കിലും ഈയിടെ വീണ്ടും കൃഷിയിലേക്ക് വന്നപ്പോൾ വിത്ത് കിട്ടാത്തതിനാൽ മമ്പയറാണ് ആദ്യം കൃഷി ചെയ്യാൻ തുടങ്ങിയത്. മമ്പയർ പച്ചയ്ക്ക് കറി വയ്ക്കാൻ അച്ചിങ്ങ പയറിനോളം നന്നല്ല. സ്വല്പം മൂത്തുപോയാൽ പിന്നെ ഉണങ്ങി മമ്പയറാക്കണം. ഉണങ്ങിയാൽ പൊളിച്ചിട്ടേ ഉപയോഗിക്കാൻ പറ്റൂ. പയർ കൃഷിയിൽ ഏറ്റവും വലിയ വെല്ലുവിളി മണ്ഡരിങ്ങ അഥവാ ഉറുമ്പിൻ പശു എന്നറിയപ്പെടുന്ന ഒരു തരം പ്രാണികളാണ്. ഉറുമ്പുകളാണ് ഇവയെ പയർ ചെടികളിൽ എത്തിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. തളിർ ശിഖരങ്ങളിൽ ഇവ ധാരാളമായി ഉണ്ടായി പയർ ചെടിയുടെ നീര് ഊറ്റിക്കുടിക്കും. അവയുണ്ടാക്കുന്ന ഒരു മധുരമുള്ള ഹണി ഡ്യൂ ഉറുമ്പുകളുടെ ഇഷ്ടഭോജനമാണ്. ദിവസവും 2-3 നേരം വെള്ളം സ്പ്രേ ചെയ്താണ് ഞാൻ അവയെ തുരത്താറുള്ളത്. അതൊരു മെനക്കെട്ട പണിയുമാണ്. എന്നാൽ ഇക്കൊല്ലം സ്കൂൾ തുറന്നപ്പോൾ പേരക്കുട്ടിയുടെ സ്കൂളിൽ നിന്ന് കൊടുത്തുവിട്ട പയർ വിത്തുകൾ മുളച്ചുണ്ടായ ചെടികളിൽ എന്തുകൊണ്ടോ ഇതുവരെ മണ്ഡരിങ്ങ പ്രാണികളുടെ ഉപദ്രവം കണ്ടിട്ടില്ല. വേറെ ഇനമായതുകൊണ്ടോ എന്നറിയില്ല. ഇടക്കാലത്ത് ഓൺലൈനായും കടകളിൽ നിന്നും വാങ്ങിയ പലതരം പയർ വിത്തുകൾ നട്ടപ്പോഴും മണ്ഡരിങ്ങ പ്രാണികളുടെ ശല്യം ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ചെടികൾ പരീക്ഷണാർത്ഥം ചെറിയ ചെടിച്ചട്ടികളിലാണ് നട്ടിരുന്നത്. ഉണ്ടായത് ചെറിയ ചെടികളാണെങ്കിലും വേഗം കായ്ച്ചു. മാത്രമല്ല അവയിൽ നിന്നുണ്ടായ വിത്തുകൾ ഉപയോഗിച്ച് 2ാം തലമുറ ചെടികളും ഉണ്ടായി. അവയും കായ്ക്കാൻ തുടങ്ങി. ഇതുവരെ നിലത്തെ മണ്ണിൽ നട്ടു നോക്കിയിട്ടില്ല. ഇനി ഇവയ്ക്ക് വിത്തുണ്ടാകുമ്പോൾ നോക്കാമെന്ന് വിചാരിക്കുന്നു. ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം കൃഷി ചെയ്യുമ്പോൾ നിലത്തെ മണ്ണിലായിരുന്നു കൃഷി. 2 ഇല വളർച്ച വരുമ്പോൾ വെണ്ണീർ കടയ്ക്കൽ ഇട്ടുകൊടുത്ത് അതിനു മുകളിൽ സ്വല്പം മണ്ണും കൂടി ഇട്ടുകൊടുക്കും. പിന്നീട് വീണ്ടും കുറച്ച് ഇലകൾ വരുമ്പോൾ സ്വല്പം കൂടി ചാരവും മണ്ണും ഇട്ടുകൊടുക്കും. അന്ന് മഴക്കാലത്തിൻ്റെ തുടക്കത്തിലായിരുന്നു നട്ടിരുന്നതെന്നാണ് ചെറിയ ഓർമ്മ. ഓണക്കാലമാകുമ്പോഴേക്കും പൂവും കായകളും ആകും. അന്നും മണ്ഡരിങ്ങ പ്രാണികളുടെ ശല്യം ഉണ്ടായിരുന്നതായി ഓർക്കുന്നു. അന്ന് വീട്ടിൽ മോട്ടറും ഹോസ് പൈപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മണ്ഡരിങ്ങ പ്രാണികളെ കൈകൊണ്ട് എടുത്തു കളയുകയാണ് പതിവും. അതും അത്ര എളുപ്പമായിരുന്നില്ല. ഇപ്പോൾ ഗ്യാസ് സ്റ്റവും ഇൻഡക്ഷൻ കുക്കറും ആയതിനാൽ ചാരം കിട്ടാതായി. കരിയിലയും കിച്ചൺ വേസ്റ്റും പറമ്പിലെ പുല്ലും മാത്രമായി വളം. ഇടക്കാലത്ത് കടയിൽ നിന്ന് ഒരു മഞ്ഞ പൊടി രൂപത്തിൽ കിട്ടുന്ന ഓർഗാനിക് വളം ഉപയോഗിച്ചിരുന്നെങ്കിലും ചിലവിനുള്ള മൂല്യം തോന്നാത്തതിനാൽ നിർത്തി. ചിലപ്പോൾ വേസ്റ്റ് കടലാസ് കത്തിച്ച ചാരം സ്വല്പം ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ പണ്ട് ഉപയോഗിച്ചിരുന്ന വിറക് കത്തിച്ച ചാരം പോലെ നന്നോ എന്ന് അറിയാത്തതുകൊണ്ട് അധികം ഇടാൻ തൃപ്തിയില്ല. ഇടക്കാലത്ത് ഒരു വയലറ്റ് വരയൻ ഇനം പയർ കൃഷി ചെയ്തു നോക്കിയിരുന്നു. കാട് പോലെ വളർന്ന് അടുത്തുള്ള ചെടിച്ചട്ടികളിലെ ചെടികളെല്ലാം മൂടിക്കളഞ്ഞെങ്കിലും ഒറ്റ പയർ പോലും ഉണ്ടായില്ല. കുറേ കാത്ത ശേഷം പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടി വന്നു. അച്ചിങ്ങപ്പയർ പടർത്താൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഒരു പുതിയ സൂത്രം പ്രയോഗിച്ചു. ചെടിച്ചട്ടികളിലെ ഉണങ്ങാറായ വെണ്ടച്ചെടികൾക്ക് സമീപം അച്ചിങ്ങപ്പയർ വിത്ത് പാകി. അച്ചിങ്ങപ്പയർ ചെടി ഉണങ്ങിത്തുടങ്ങിയ വെണ്ടച്ചെടിയിലേക്ക് പടർത്തി. അച്ചിങ്ങപ്പയർ ചെടി നന്നായി വളർന്നു. ഓൺലൈനായിട്ട് പയർ വിത്ത് വാങ്ങുമ്പോൾ, ഈ പയർ ഓൺലൈനായിട്ട് വാങ്ങി നട്ടുണ്ടാക്കി തന്നെയാണ്, പലപ്പോഴും മീറ്റർ പയർ എന്നൊരു പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പയറിന് 1 മീറ്റർ നീളം ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും. നീളം പയറുകളാണ് അങ്ങനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ വളർന്നു വരണുണ്ടപ്പോൾ സാധാരണ പയറിനെക്കാട്ട് കൂടുതൽ വളരുന്നുണ്ട്. ഒന്ന് അളന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം 40 സെൻറ്റിമീറ്റർ ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇനിയും വളരാൻ സാധ്യതയുണ്ട്. കാരണം അത്ര മൂത്തിട്ടൊന്നുമില്ല. ഇനിയും വളരുമായിരിക്കും. അപ്പോൾ മീറ്റർ പയർ ആവുമോ എന്നൊരാഗ്രഹം എനിക്ക്. പിന്നെ ഇത് അധികം വളർന്ന മണ്ണിൻ്റെ അടിയിലേക്ക് പോവും. അപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല. വളച്ച് വെച്ച് കൊടുക്കേണ്ടി വരും വളരാൻ. പണ്ട് പടവലങ്ങയൊക്കെ വളർത്തുമ്പോൾ നീളം കൂടുമ്പോൾ തലക്കിൽ സാധാരണ ഒരു ചെറിയ കല്ല് കെട്ടിടുന്നൊരു പതിവുണ്ടല്ലോ. അപ്പോൾ ചിലർ നിലത്ത് കുഴി കുഴിച്ച് കൊടുക്കുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തായാലും കുഴി കുഴിച്ച് കൊടുക്കാൻ സ്കോപ്പില്ല ഇവിടെ. വളച്ച് വെച്ച് കൊടുക്കേണ്ടി വരും. പയറായതുകൊണ്ട് പിന്നെ വളച്ച് വെച്ച് കൊടുക്കാമല്ലോ. മീറ്റർ പയറിൻ്റെ അറ്റം നിലം മുട്ടിയപ്പോൾ ചുരുണ്ട് പോയ കഥ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അതാണ് ഈ പയർ. കുറച്ചുകൂടെ പൊക്കത്തിലേക്ക് വെച്ചപ്പോൾ അതാ ഏകദേശമൊക്കെ നീർന്നു വരുന്നുണ്ട്. പക്ഷേ ശരിക്കും നീർന്നിട്ടില്ല. ഇത് അതേപോലെ പൊക്കത്തേക്ക് വെച്ച വേറെ പയറാണ്. റാ പോലെ വളരുന്നുണ്ട് കണ്ടില്ലേ. കുറച്ച് പൊക്കത്തിലേക്ക് വെച്ചപ്പോൾ പിന്നെ അവിടുന്ന് താഴേക്ക്. ഇതാണ് ശരിക്ക്
നല്ല ഉയരത്തു നിന്ന് വളരുന്നത്. നല്ല ഉയരമൊന്നുമില്ല, ഒരു 1 മീറ്റർ ഉയരം കഷ്ടിണ്ടാവുമായിരിക്കും. അത് നല്ല കൃത്യമായിട്ട് വളർന്നു വരുന്നത്. മുൻപൊരിക്കലൊരു വയലറ്റ് വയറൻ പയർ നട്ടിട്ട് ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാട് പിടിച്ച് വളർന്നിട്ടും പയറൊന്നും ഉണ്ടായില്ല. ഇത് നേരെ തിരിച്ചാ, ഒരു ചെറിയ മാവും ചെടിയുടെ മുകളിലേക്കും വെണ്ടത്തൈകളുടെ മുകളിലേക്കാണ് പടർന്നിരിക്കണേ. പക്ഷേ ആ വള്ളി പോലെ കാണുന്നതൊക്കെ പയറാണ്, കണ്ടില്ലേ? പെട്ടെന്ന് വള്ളിയാന്ന് വിചാരിച്ചു പോവും. അത് കാരണം പലപ്പോഴും മിസ്സായി പോകാറുണ്ട് പയറിൻ്റെ ഇടയിലുള്ള. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇലകൾ വളരെ കുറവാണ്, നന്നേ കുറവാണ്. അതുകൊണ്ട് നോക്കിയാൽ എന്തായാലും കാണും. അത് അപ്പം മാവിൻ്റെ ഇലയുടെ സൈഡിൽ കാണുന്നതൊക്കെ പയർ തന്നെയാണ്. നല്ല നീളമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് 2 പേരുകളുണ്ട്. യാർഡ് ലോങ് ബീൻസ്, അതായത് ഒരു കോല് നീളമുള്ള പയർ ഉണ്ടാവാം എന്നുള്ള കണക്കിൽ. പിന്നെ മീറ്റർ പയർ, 1 മീറ്റർ നീളം വരെയുള്ള പയറുകൾ ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഇതുവരെ പക്ഷേ ഞാൻ അളന്ന് നോക്കിയിട്ട് ഒരു 65 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. 1 മീറ്റർ നീളമുള്ള പയർ എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടില്ല. പയർ പടർത്താൻ ഇടമില്ലാത്തതിനാൽ മുൻപ് ഉണങ്ങാറായ വെണ്ടച്ചെടികളുടെ ചുവട്ടിലായിരുന്നു പയർ നടാറുള്ളത്. പിന്നീടത് നേന്ത്രവാഴയുടെ ചുവട്ടിലാക്കി. വേനലായപ്പോൾ നേന്ത്രവാഴകൾ ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ പയർ കൃഷി വീണ്ടും വീട്ടുമുറ്റത്തേക്ക് മാറ്റി. ഇപ്പോൾ വലിപ്പമുള്ള വെണ്ടച്ചെടികളില്ല. സ്റ്റോറിൽ നോക്കിയപ്പോൾ വയറിങ്ങിന് ഉപയോഗിച്ചതിൻ്റെ മിച്ചം വന്ന പൈപ്പുകൾ കണ്ടു. എന്നാൽ അതാകട്ടെ പുതിയ പരീക്ഷണം എന്ന് തോന്നി. ചെടിച്ചട്ടികളിൽ പയർ വിത്ത് നട്ട ശേഷം വയറിംഗ് പൈപ്പ് താങ്ങായി നാട്ടി. ഇപ്പോൾ പയർ ചെടികളിൽ പൂവും കായും ആയിത്തുടങ്ങി. പയറിൻ്റെ ചുവട്ടിൽ കൂർക്ക കൃഷിയും കാണാം. സ്ഥലപരിമിതി തന്നെ കാരണം. പാഴ്വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഇപ്പോൾ എനിക്ക് താല്പര്യം. ഇത് പെയിൻറ്റ് കലക്കിയ ബക്കറ്റായിരുന്നു. ആവശ്യം കഴിഞ്ഞപ്പോൾ ഇനി അതിപ്പോൾ വേറെ ഉപയോഗത്തിനൊന്നും പറ്റാത്തതുകൊണ്ട് അതിൽ പോട്ടിംഗ് മിക്സ് നിറച്ച് ആദ്യം തക്കാളി നട്ടു. അതത്ര ഉഷാറായില്ല. അപ്പോൾ പിന്നെ പയർ ഇട്ടു. അതിലൊരെണ്ണം വലിയ ഗുണമില്ല, മറ്റത് ഉണ്ടായി വരുന്നുണ്ട്. അതാണ് കേടായിപ്പോയ പയർ. കേടായിപ്പോയ തക്കാളി ചെടിയുണ്ട്. ഒരു തക്കാളി ചെടി പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് അതുപോലത്തെ ബക്കറ്റിൽ ചീരയുണ്ട്, ചുവന്ന ചീര, വലിയ തിരക്കില്ലാതെ വളരുന്നുണ്ട്. ഇത് വേറൊരു പാഴ്വസ്തുവാണ്. ഒരു പഴയ എന്തോ വാങ്ങിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയാണ്. അതിലൊഴിച്ച് വെച്ചിരിക്കുന്നത് അരി കഴുകിയ വെള്ളമാണ്. ഇത്തവണ മട്ട അരി ആയതുകൊണ്ട് കുറച്ച് പിങ്ക് നിറമുണ്ട് ആ വെള്ളത്തിന്. അതൊരു 3 ദിവസം പുളിപ്പിക്കാൻ വയ്ക്കും. അപ്പോൾ കുറച്ച് ബബിൾസൊക്കെ വരണ കാണും. അത് കഴിഞ്ഞാൽ അത് നേർപ്പിക്കും, വേറെ വെള്ളം ചേർത്തിട്ട്, ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് അതൊരു വളമാക്കിയിട്ട് ഉപയോഗിക്കലാണ് ഇപ്പോഴത്തെ ഒരു നാടൻ വള രീതി എൻ്റെ. ഇത് പിന്നീട് എടുത്ത വീഡിയോ ക്ലിപ്പാണ്. പടരാൻ വേണ്ടി കുത്തിവെച്ച് എടുത്തിരിക്കുന്നത് കർട്ടൺ റോഡ് പോലെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അത് ഉപയോഗശൂന്യമായപ്പോൾ കളയാൻ വേണ്ടി ആക്രിക്ക് വെച്ച സമയത്തുനിന്ന് അതിങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് കുത്തി വെച്ചിരിക്കുന്നത്. അധികവും ഞാൻ വയറിങ്ങിൻ്റെ പൈപ്പൊക്കെയാണ് വയ്ക്കാറുണ്ടായിരുന്നത്. പക്ഷെ അത് ശരിക്ക് ഉപയോഗശൂന്യം എന്ന് പറയാൻ പറ്റില്ല, വാങ്ങിച്ചാൽ സർപ്ലസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നീട് ആവശ്യമുണ്ടാവും. പക്ഷേ ഇതിന് ഞാൻ നോക്കിയിട്ട് വലിയ ആവശ്യമൊന്നും പിന്നീട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തികച്ചും ഒരു പാഴ്വസ്തുവായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ പയറത കുറച്ചുകൂടെ നന്നായി പടർന്നു വരുന്നുണ്ട്, കണ്ടില്ലേ? അത് മുകളിലേക്ക് വരുന്നുണ്ട്. ഫുള്ള് പടർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള അപ്പം ആലോചിക്കേണ്ടി വരും. പുതിയ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കേണ്ടി വരും. ചീര, ഈ ചെടിച്ചട്ടിയിൽ ചീര നന്നായിട്ട് വളർന്നുണ്ട്, പക്ഷേ ഇലകൾ അത്ര ഗുണമില്ല. പക്ഷേ ഈ ചെടിച്ചട്ടി അല്ല കേട്ടോ, മാറിപ്പോയി, ബക്കറ്റ്. ഇതിൽ ചീര കുറേ കൂടെ നന്നായിട്ട് ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട്. നല്ല കളറും നല്ല വളർച്ചയൊക്കെയാണ്. അത് ശരിക്കും പെയിൻറ്റിൻ്റെ വാട്ട തന്നെയാണ്. ഉപയോഗിച്ച ശേഷം അതിന് വേറെ ഉപയോഗമില്ലല്ലോ. അപ്പോൾ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് ചീര നട്ടതാണ്. ഈ മീറ്റർ പയർ പറിച്ചെടുക്കാറായും തോന്നുന്നുണ്ട്. ഞാൻ എങ്ങനെയാണെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. ഇത് കണ്ടോ, ഈ തടിച്ച് നിൽക്കണ കണ്ടില്ലേ? വിത്ത് പുറത്തേക്ക് തടിച്ച് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാത്തുനിന്നാൽ ഭയങ്കര ഉറപ്പായിരിക്കും അതിൻ്റെ പയറിന്, അതായത് അതിൻ്റെ തോടിന്. അപ്പോൾ ഉപ്പേരി വെച്ചാൽ വലിയ സുഖം ഉണ്ടാവില്ല. ഇത് കണ്ടില്ല, ഇത് അത്ര ആയിട്ടില്ല. ഇതിലവിടെ അങ്ങനെ വിത്തുകൾ അങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടില്ല. ഇത് അതിൻ്റെ ശേഷം ഉണ്ടായ പയറാണ്. അപ്പോൾ പറിച്ചെടുക്കണമെങ്കിൽ ഇതെന്തായാലും പറിച്ചെടുക്കണം, ഇതിന് കാത്തിക്കാൻ പറ്റില്ല.
പറിച്ചെടുത്തിട്ട് നീളം എത്ര ഉണ്ടെന്ന് അളന്നിട്ടും പറഞ്ഞുതരാം. അപ്പോൾ അത് പറിച്ചെടുത്തിട്ട് അളന്ന് നോക്കി 67-68 സെൻറ്റിമീറ്റർ ഉണ്ട്. ഞാനത് വളഞ്ഞല്ലേ ഇരിക്കുന്നത്, ടേപ്പ് നീളത്തിലല്ലേ. അപ്പം എന്തായാലും ഒരു 68 സെൻറ്റിമീറ്റർ ഉണ്ടാകാൻ വഴിയുണ്ട്. എന്തായാലും മീറ്റർ പയർ ആയില്ല, അര മീറ്ററിൽ കൂടി 3/4 മീറ്റർ ആയുമില്ല. ഇനി ഞാൻ വയ്ക്കുന്നില്ല, കാരണം എൻ്റെ കണക്കിൽ ഇത് അത്യാവശ്യം പാകമായിട്ടുണ്ട്. അപ്പോൾ മറ്റേ പയർ ഞാൻ പറിച്ചെടുത്തിട്ടില്ല, അതിനി എത്ര വളരുന്ന അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വയലറ്റ് വരയൻ പയർ പടർന്നു കയറി മറ്റു ചെടികൾ കാണാതായി. വയലറ്റ് വരയൻ പയർ കുറച്ച് ചെടിച്ചട്ടികളിലേ നട്ടിട്ടുള്ളൂ. എന്നാൽ പടരാൻ മറ്റു സ്ഥലമില്ലാത്തതിനാൽ പയർ ചെടികൾ പടർന്നു കയറുന്നത് മറ്റ് ചെടിച്ചട്ടികളിലെ ചെടികൾക്ക് മുകളിലേക്കാണ്. അവയ്ക്കെല്ലാം സൂര്യപ്രകാശം കിട്ടാൻ നന്നേ ബുദ്ധിമുട്ടായിരിക്കും. വയലറ്റ് വരയൻ പയർ ആദ്യമായി നട്ടതായതിനാൽ ട്രിം ചെയ്യാനും മടി. നന്നായി വളർന്നാൽ നന്നായി കായ്ക്കും എന്ന പ്രതീക്ഷയിൽ. ഇടയ്ക്കിടെ മണ്ഡരിങ്ങ പ്രാണികൾ വന്ന് പെരുകാൻ തുടങ്ങുന്നുമുണ്ട്. അപ്പോൾ വെള്ളം ചുറ്റിയടിച്ച് അവയെ തുരത്തുകയാണ്, അല്ലെങ്കിൽ അവ പയർ ചെടികൾ മുഴുവൻ നശിപ്പിക്കും.